ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് മുരിങ്ങക്കായും കോവയ്ക്കയും മാങ്ങയും കൂടെ വെച്ച് നല്ല നാടൻ രീതിയിൽ മുരിങ്ങക്കായ കോവയ്ക്ക പീര റെഡിയാക്കാം. ഇത് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ മാത്രമല്ല വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പീര ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മുരിങ്ങക്കായ എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ പീസ് മാങ്ങ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാങ്ങയെല്ലാം എടുക്കുമ്പോൾ നമുക്ക് പുളിക്കനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം. ഞാനിവിടെ 250 ഗ്രാം കോവയ്ക്കയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായി വാഷ് ചെയ്ത് വെച്ചതാണ്. ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. സൈഡ്സ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം മിഡിലൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ നാലാക്കി നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ബാലൻസുള്ള എല്ലാ കോവയ്ക്കയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കോവയ്ക്ക ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച് മുരിങ്ങക്കായും മാങ്ങയും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഇനി 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവ വറുത്ത് പൊടിച്ചിട്ടുള്ള പൊടിയാണ്. ഇനി ഇതിലേക്ക് പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് കുക്കായി വന്നിട്ടുണ്ടാവും. മുരിങ്ങക്കായും കോവയ്ക്കയും എല്ലാം കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള തേങ്ങയൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിതിനായിട്ട് 1/4 കപ്പ് തേങ്ങ എടുത്തിട്ട് ഇതിലോട്ട് അല്പം വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 4 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകെല്ലാം എടുക്കുമ്പോൾ നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ച് എടുക്കാം. ഇനി ഈ തേങ്ങയിലേക്ക് പിടിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. കോവയ്ക്കയിലും മുരിങ്ങക്കായയിലും എല്ലാം നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ മൂടിയൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കോവയ്ക്കും മുരിങ്ങക്കായും എല്ലാം വെള്ളമെല്ലാം വറ്റി നന്നായി തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചതച്ചെടുക്കുമ്പോൾ ഓവറായിട്ട് അരഞ്ഞു പോകാതെ ചമ്മന്തിക്കെല്ലാം ചതച്ചെടുക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. ഇനി എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കയ്യിലും കോവയ്ക്കയിലും ഈ അരപ്പും കൂടി നന്നായി തന്നെ ഒന്ന് പിടിച്ചു വരണം. നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഈ സമയം അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം 2 മിനിറ്റ്സ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് വേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും എല്ലാം ഫ്ലേവർ ഒന്ന് പിടിച്ച് കിട്ടിക്കോളും. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സും കൂടെ ആകുമ്പോഴേക്കും വെളിച്ചെണ്ണയുടെയും വേപ്പിലയുടെയും എല്ലാം ഫ്ലേവർ എല്ലാം മുരിങ്ങക്കായയിലും കോവയ്ക്കയിലും എല്ലാം നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മുരിങ്ങക്കായും മാങ്ങയും കോവയ്ക്കയും കൂടെ വെച്ചിട്ടുള്ള പീര ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. വെറുതെ കഴിക്കാനും സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. താങ്ക് യു.